എടാ എത്ര മിനിറ്റാടാ ഒരു കളി? അച്ഛൻ പണ്ടത്തെ പ്ലെയർ ആയിരുന്നെന്നോ ഫുട്ബോൾ കളി കൊറേ കണ്ടിട്ടുണ്ടെന്നോ വർഷാവർഷം വേൾഡ് കപ്പ് കാണുന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത്. എന്നിട്ട് സമയം അറിഞ്ഞൂടല്ലേ? ഞാൻ കണ്ടേക്കണതൊക്കെ പണ്ടല്ലേടാ. ഇപ്പൊ കാലം എത്ര മാറി, അതിന്റെ അനുസരിച്ച് നിയമങ്ങളും മാറിയിട്ടുണ്ടാവും. അതാണ് 90 മിനിറ്റ് അത്ര ഉള്ള. പണ്ടൊക്കെ 150 മിനിറ്റ് ആയിരുന്നു. എത്ര മിനിറ്റ്? 150. അച്ഛൻ 2 കളി ഒരുമിച്ച് കണ്ടു കാണും. ചിലപ്പോ അതായിരിക്കും. പുറത്ത് നല്ല മഴയുള്ളത് കാരണേ കുഴപ്പമുണ്ടല്ലേ. അച്ഛന് പതപ്പോലും വേണോ? ഉറക്കമെല്ലാം വരുന്നുണ്ടെങ്കിൽ പറയണേ. എവിടാ നമ്മള് നേരം വെളുക്കുന്നവരെ കളി കാണും. അല്ല പ്രായമായോണ്ടേ. എന്ത് പ്രായം? പോടാ അവിടുന്ന്. അപ്പൊ ഓക്കെ. കറക്റ്റ് ആയിരുന്നു. ഇതിപ്പോ ഇനി എങ്ങനെയൊക്കെ പോകുന്നത്? വേമ്പേ അടിക്കാൻ പറ, അടിച്ചു തീർക്കാൻ പറ. അങ്ങോട്ട് അടിച്ചു തീർക്കാനേ? ക്രിക്കറ്റ് അല്ലത് അടിച്ചടിച്ച റൺസ് കൂട്ടിട്ട് കളി വെച്ചിട്ട് പോകാനായിട്ട്. ഇത് ഫുട്ബോളാണ്, ഗോൾ അടിക്കണ്ടേ? അങ്ങനെയല്ല അച്ഛൻ ഉദ്ദേശിക്കണത്. ഒരു 3-4 ഗോൾ ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ കളി പെട്ടെന്ന് തീർത്തൂടെ? എത്ര ഗോള്? 3-4 ഒരുമിച്ച് അങ്ങോട്ട് അടിക്കണം ഗോള്. അടിക്കാം. ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ചെന്നൈ പിന്നെ അടിച്ചാലോ? അച്ഛാ പിന്നെ നമുക്ക് ഈ കളി കണ്ടു കഴിഞ്ഞിട്ടേ ഇതിന്റെ ഒരു വിശകലനം ഉണ്ട്, അതും കൂടെ ഒന്ന് കാണണേ. അയ്യോ അത് വേണോ? പിന്നെ അതല്ലേ ഇതിന്റെ മെയിന്. നമ്മൾ അത് കണ്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് നാളെ രാവിലെ നമ്മൾ ചായക്കടയിൽ പോകുമ്പോഴേ അവിടെ ഇരുന്ന് ആൾക്കാർ ഈ ഫുട്ബോൾ കളിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാതായി പോകും. അപ്പൊ എന്തായാലും കാണണം. അതും കൂടി കണ്ടിട്ട് തുടങ്ങിയാൽ മതി. പിന്നല്ല എന്തായാലും നാളത്തെ വറക്കാൻ നീ എന്താ ആലോചിക്കണത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തോ നമ്മുടെ കറക്റ്റ് ഓടി എടുത്തു കഴിഞ്ഞാൽ കിട്ടും അത്. നമ്മളിപ്പുറത്തെ ടീമല്ലായിരുന്നു. ഞാൻ ഇപ്പുറത്തെ ടീമാണ്, നീ അപ്പുറത്തെ. അപ്പൊ ഓക്കെ, ഞാനിപ്പുറമാണ്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കേശു 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 അച്ഛാ രാവിലെ എണീറ്റു? പിന്നെ ഉറക്കം കിട്ടിയായിരുന്ന? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല ഇന്നലെ രാത്രി മൊത്തം ഫുട്ബോള് കണ്ടിട്ട് ഉറങ്ങിയത് കുറച്ച് മുന്നേ അല്ലേ? എന്റെ മോളെ ഉറക്കൊന്നും അച്ഛന്റെ പുത്തരിയല്ല. മോൾക്കറിയാമോ, കനത്ത മഴയത്ത് ട്രാൻസ്ഫോമറിന്റെ കീഴിൽ രാത്രി മുഴുവൻ പണിയെടുത്ത് രാവിലെ ജോലിക്ക് പോയവനാണ് ഈ ജനാർദ്ദനൻ. ആണല്ലേ? കേശുവിടെ ഈ കാര്യം കേശുവിന് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. കേശു ഉറക്കാ? അച്ഛൻ വിളിച്ചു നോക്ക്, അവന് സന്തോഷാവും. ഞാൻ വിളിച്ചോളാം. കേശു 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 അച്ഛൻ വിളിക്കുന്ന എണീക്ക്. കേശു പോണ്ടേ? അതുകൊള്ള നമുക്ക് നടക്കാൻ പോണ്ടേ? അച്ഛൻ എണീറ്റ് കാണില്ലല്ലോ. അച്ഛൻ എപ്പോഴും റെഡി.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പോണ്ടേ? വാ, റെഡിയാവും. നമ്മള് ഫുട്ബോൾ കളി കണ്ടില്ലായിരുന്നോ? ആ, ഇന്നലെ വെളുപ്പിന് വരെ ഇരുന്ന് കണ്ടില്ലേ? കണ്ടു. അത് കഴിഞ്ഞ് നമ്മളൊരു വിശകലനം കണ്ടില്ലായിരുന്നു ലാപ്ടോപ്പില്? അതും കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു വിശകലനം നടത്തിയില്ലായിരുന്നോ? ഉവ്വ. എന്നിട്ട് നമ്മൾ കുറച്ചു മുമ്പല്ല കിടന്നേ. അതെ. ഇപ്പൊ സമയം എത്രയായി? 5:45. കറക്റ്റ് 6 മണിക്ക് നമുക്ക് ഇറങ്ങണം. വേഗം റെഡിയാവും. ഉറങ്ങിയിട്ടില്ല, ഉറങ്ങണ്ടേ? ചേട്ടാ, അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പാടില്ല. നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഇന്നും മോർണിംഗ് വാക്ക് പതിവല്ലേ. പെട്ടെന്ന് റെഡിയാവും. പിന്നെ മറ്റൊരു കാര്യം, എപ്പോഴും വന്ന് ഇങ്ങനെ വിളിക്കാൻ എനിക്ക് പറ്റില്ല. നീ റെഡി ആയിട്ട് അവിടെ വന്നേക്കണം. മനസ്സിലാവണ്ടോ? ആ, എന്നാ വേറെ റെഡി ആയിക്കോ. അച്ഛൻ അവിടെ കാണും കേട്ടോ. ഒരു അരമണിക്കൂർ ഉറങ്ങിയിട്ട്? ഇല്ല ഇല്ല ഇല്ല, 5 മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ പോവോ? ഇല്ല, അല്ലെങ്കിൽ തല വഴി ഞാൻ വെള്ളം കോരി ഒഴിക്കും. മനസ്സിലാവണ്ട? പെട്ടെന്ന് റെഡി ആയിട്ട് വാ. പോടാ. ഉറക്കൊന്നുമില്ലേ ചേട്ടാ ചേട്ടന്റെ പ്ലാനൊക്കെ പൊളിഞ്ഞല്ലേ? മോനെ കേശു, കാരണവന്മാരോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും.